എഴുത്തുകാരി ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA DGPക്ക് പരാതി നൽകി. ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് പരാതി. അപകീർത്തികരമായ കൂടുതൽ പരാമർശങ്ങൾ വരുന്നത് തടയണമെന്നും പരാതിയിൽ പറയുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞു, ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചോന്ന്. ഷഹനാസിനെതിരെ മാനനഷ്ടത്തിനെതിരെയാ കേസ് കൊടുത്തത്. മാനനഷ്ടം എന്തു വിവരങ്ങളെ സ്ത്രീ വിളിച്ചു പറയുന്നത്? നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുക. ഒരു പെണ്ണ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരമൊക്കെ വന്നിട്ടാണ് ഒരു MLA കുറിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി കൊണ്ടൊരു ഗുണമില്ലെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെടുത്തായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് അവർ ക്ലിയർ ആക്കി കൊടുക്കും എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. എന്നിട്ട് ഇവളെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള മറുപടി അറിയണം. കറക്റ്റ് ആയിട്ട് അത് കമന്റ് ബോക്സിൽ കൊടുക്കും. എല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് ഒരു ന്യൂസ് കാണാനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച ഷഹനാസിനെതിരെ രാഹുൽ കൊണ്ട് കേസും കാര്യങ്ങളും അങ്ങ് കൊണ്ട് കൊടുത്ത് മാനനഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനമായിട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ എന്താ വിചാരിച്ചേ അവരിങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ? നിങ്ങൾ ഇന്നലെ സംസാരിച്ച ഒരു MLA കുറിച്ചാണ്, അതും വായി തോന്നിയതെല്ലാം വിളിച്ച് സംസാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ചേച്ചിക്ക് കിട്ടാൻ വന്ന പണി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു സന്തോഷമായി കാണും. പുള്ളി ഇപ്പൊ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കേസും കാര്യങ്ങളുമായിട്ട് ഇപ്പം അദ്ദേഹം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എവിടെ പോയി? റിനി ജോർജ് അവിടെ പോയി. രാഹുലിന് വേണ്ടി വലിയ രംഗത്ത് വന്നൊരു വ്യക്തിയാണല്ലോ. പേര് പോലും പറയാതെ ഈ പറയുന്ന ഷഹനാസ് പേരെങ്കിലും പറഞ്ഞു. ഈ വള്ളിയെല്ലാം ഒപ്പിച്ച റിനിയൊക്കെ എവിടെ പോയി? റിനിയുടെ ഒരു പോസ്റ്റ് പോലും കാണാനില്ലല്ലോ. സാധാരണ എല്ലാത്തിനും പോസ്റ്റ് ഇടുന്ന റിനി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇനി റിനിക്കെതിരെ കേസ് പോയാലോ? റിനി പേടിച്ചിട്ടാണോ? ഞാൻ ആരെയും പേടിക്കുന്നില്ലെന്ന് പറഞ്ഞ റിനി രാഹുലിന്റെ പേര് പോലും പറയാൻ മടിച്ചിട്ടുണ്ട്. ഇതുവരെ രാഹുലിന്റെ പേരേ വേണ്ടിയിട്ടില്ല, എങ്ങും വേണ്ടിയിട്ടില്ല റിനി. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ ആരുടെയോ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു മുടന്ന ന്യായമാണ്. ഈ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ കേസ് ഏത് രീതിയിലും തിരിക്കാം എന്നുള്ള രീതിയിലാണത്. എന്റെ പൊന്ന് ഷഹനാസെ, എനിക്കിപ്പോ ഷഹനാസിന്റെ കാര്യത്തിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. പുച്ഛം മാത്രം. 2 വർഷം മുമ്പ് രാഹുല് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോൾ പോസ്റ്റ് ഇട്ടൊരു വ്യക്തിയാണ് ഈ ഷഹനാസ് എന്ന് പറഞ്ഞ വ്യക്തി. 3-4 വർഷം മുമ്പ് രാഹുലിന്റെ എതിരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായ വ്യക്തി ഈ രാഹുലിന് വേണ്ടി പോസ്റ്റ് ഇട്ടേക്കുന്നു. ഞാൻ പോസ്റ്റ് ഒക്കെ വെച്ച് തരാം. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ഈ പറയുന്ന രാഹുല്, പിന്നെ വൈസ് പ്രസിഡന്റ് അരിത ബാബു, അവരൊക്കെയുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്റെ ഇരിപ്പുണ്ട് ആ കാര്യങ്ങളൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇങ്ങനെ ഷഹനാസിന്റെ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഹണി ഭാസ്കറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഒരു നല്ല കൂട്ടുകാരാണ്. അപ്പം ഹണിയുടെ അടുത്ത് ശ്രീലങ്കയില ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് മെസ്സേജ് ശ്രീലങ്കയിൽ പോകുമ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മുടെ ഷഹനാസ് പറയുന്ന ഒരു കാര്യം വെച്ചാൽ അവനൊരു MLA ആയിട്ട് പോലും ശ്രീലങ്കയിൽ പോകാൻ അവൻ അറിയത്തില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പം മെസ്സേജ് എന്നും പറഞ്ഞിട്ട് അവിടെ വല്ല കോഴിത്തരം കാണിച്ചു. ഒരു മെസ്സേജ് അയച്ചാൽ അങ്ങ് കോഴിത്തരാന്ന് വിചാരിക്കുമ്പോൾ എന്താ എന്റെ പൊന്നു ചേച്ചിമാരെ നിങ്ങളൊക്കെ ഇങ്ങനെ. പിന്നെ അവനെക്കാളും ഞാൻ കുറെ ഓണം കൊണ്ടിട്ടുള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ കേസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാം. എന്തായാലും അടുത്ത ഭരണം എന്തായാലും കോൺഗ്രസിനാണെന്ന് ഇപ്പം എനിക്ക് ഏകദേശം ഒരു 90-95% എന്റെ മനസ്സ് പറയുന്നത് കോൺഗ്രസിന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. എനിക്ക് കഴിഞ്ഞ മാസം വരെ കുറവായിരുന്നു. ഞാൻ വിചാരിച്ചത് LDF സർക്കാർ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കഴിവുണ്ടോന്നുണ്ട് ഈ PR വർക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പക്ഷെ ഇപ്പം ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാ വട്ടം ഒരു പെൻഷനൊക്കെ കയറ്റി വിടുമല്ലോ. ഈ വട്ടം പെൻഷൻ ഇച്ചിരി കയറ്റി വിട്ടപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്നു അവര് കറക്റ്റ് സ്ഥലത്ത് തന്നെ വോട്ട് കുത്തിയത്. കഴിഞ്ഞ വട്ടം പെൻഷൻ കയറ്റി കൊടുത്ത് ഈ കിറ്റും കയറ്റി കൊടുത്ത് കഴിഞ്ഞപ്പം ഇവന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുത്ത് അതേ പരിപാടി വീണ്ടും ഒന്ന് ഇറക്കിയതാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ട്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിൽ എന്റെ ഒരു അനിയന് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അടുത്ത ഭരണ വാർക്കാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്ന ചാറ്റ് GPT കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവൻ ഇന്നലെ ആ ഒരു വീഡിയോ ഞാൻ വെച്ചാൽ ഞാൻ സംസാരിക്കുന്നില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. രാഹുൽ പാലക്കാട് മത്സരിക്കാനാണ് ആഗ്രഹമുള്ളവർ ലൈക്കായിട്ട് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. ഒന്ന് വീഡിയോയിലോട്ട് പോവാം. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാന്ന് നമുക്ക് ചാറ്റ് GPT അടുത്തൊന്ന് ചോദിച്ചാലോ? അതിനായിട്ട് ഞാനിവിടെ കോപ്പി ചെയ്തേക്കുന്ന സാധനം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുവാണേ. ഓക്കെ, ഇതാണ് കേരളത്തിലെ അടുത്ത CM ആരായിരിക്കും? പിണറായി വിജയൻ, VD സതീശൻ, രാജീവ് ചന്ദ്രശേഖർ. ഇല്ലാരാന്ന് പറയാനും അതിന്റെ കാരണം കൂടി പറയാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ചാറ്റ് GPT പറയുന്നത് VD സതീശൻ. അതാണ് ചാറ്റ് GPTയുടെ അഭിപ്രായം. ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൽ ആന്റി ഇൻകംബൻസി ശക്തമാണ്. അതിന്റെ ബിഗസ്റ്റ് ബെനിഫിഷ്യറി കോൺഗ്രസ് ആയേക്കും. VD സതീശൻ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ ലീഡർ എന്ന ഇമേജ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബിൽഡ് ചെയ്തിട്ടുണ്ട്. യൂത്ത് പ്ലസ് മിഡിൽ ക്ലാസ് വിഭാഗങ്ങളിൽ അക്സെപ്റ്റൻസ് കൂടുതലാണ്. UDF ശരിയായ യൂണിറ്റി കാണിച്ചാൽ ലീഡർഷിപ്പ് ചേഞ്ച് എന്ന നറേറ്റീവ് അവർക്ക് അഡ്വാൻറ്റേജ് ആകും. ഇത് പ്യുവർലി ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് മാത്രമാണ്. ഫൈനൽ വെർഡിക്റ്റ് എപ്പോഴും ജനങ്ങളുടേതായിരിക്കും എന്നാണ് ചാറ്റ് GPT പറയുന്നത്.
ഓക്കെ. അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ എന്റെ അനിയനാട്ടോ, ജിഷ്ണു എന്നാണ് പേര്. ഇന്നലെ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പം ഞാൻ ചോദിച്ചു, എന്തുപടി നീ ഇതിനകത്തൊക്കെ നോക്കിയിട്ടാണ് പോസ്റ്റ് ഇടുന്നത്? അല്ല, ഇപ്പോഴത്തെ സർവേയും കാര്യങ്ങളൊക്കെ അതുപോലുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുകയൊക്കെ. ഞങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അപ്പൊ ഇന്നലെ വക്കീല് പറഞ്ഞ കാര്യത്തിലോട്ടൊക്കെ പോവാം. ഞാൻ അതൊന്ന് വെച്ചു തരാം. അതാണ് കാണേണ്ടത്. എഴുത്തുകാരി ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA DGPക്ക് പരാതി നൽകി. ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് പരാതി. അപകീർത്തികരമായ കൂടുതൽ പരാമർശങ്ങൾ വരുന്നത് തടയണമെന്നും പരാതിയിൽ പറയുന്നു. ഷഹനാസിനെതിരെ കോടതിയിൽ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശേഖർ തമ്പി പറഞ്ഞു. ഈ കേസുകൾ രജിസ്റ്റർ ആവും മുമ്പ് തന്നെ അവർ ഇത്തരത്തില് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കക്ഷിയുടെ നിരീക്ഷണം. ആരുമായി ചേർന്നാണ് കോൺസ്പിറസി നടത്തുന്നത്? കാരണം മറ്റൊരു വേദിയിലും അവർ ഈ പരാതി പറഞ്ഞിട്ടില്ല. ഒരാളെ ഡിഫെയിം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും മീഡിയയുടെ അടുത്തും പറയുന്നതല്ലാതെ മറ്റൊരു വേദിയിലും അവർ പറയാൻ തയ്യാറായിട്ടില്ല. അവരുടെ എന്തെങ്കിലും തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ടെങ്കിൽ, ഇയാൾ അപമാനിച്ചതായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അതവർ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ഫോറത്തിന് മുന്നിൽ കാണിക്കാനോ തയ്യാറാവണം. അങ്ങനെയൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതെ, എന്തെങ്കിലും മോശം അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. പിന്നെ അത് മാത്രമല്ല, ഹേമ കമ്മിറ്റി പോലെ തന്നെ കോൺഗ്രസിന്റെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കൂടെ ഇതുപോലെ എന്തെങ്കിലും നടത്തി നോക്കുവാണെങ്കിൽ പല യൂത്ത് കോൺഗ്രസിലെയും പിന്നെ മഹിളാ കോൺഗ്രസിലെ സ്ത്രീകൾക്ക് മോശമായിട്ടുള്ള സന്ദേശം രാഹുൽ അയച്ചത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ ഇപ്പോൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. മഹിളാ കോൺഗ്രസിലെ സ്ത്രീകൾ അപ്പൊ എല്ലാവരും ഇതിന് മറുപടി പറയേണ്ടി വരും. ഷഹനാസ് പറഞ്ഞ ഒറ്റൊരു കാര്യത്തിലാണ്. മഹിളാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ട്? ഞങ്ങളുടെ ഏരിയയിലൊക്കെ എനിക്കറിയപ്പെടുന്ന ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട് മഹിളാ കോൺഗ്രസിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ചുമ്മാ വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു പ്രസ് മീറ്റിൽ ഇരുന്ന് പറയുമ്പോൾ ഷഹനാസ് സംസാരം സൂക്ഷിച്ച് സംസാരിക്കണം. രാഹുലിന്റെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെയാണ് അവൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും രാഹുൽ കേസ് കൊടുത്തില്ല, ഒരു തെറ്റുമില്ല. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. മേടിച്ചു കൊടുക്കേണ്ട, അവർക്ക് സത്യം പറയാലോ, നല്ല വട്ടം കറപ്പിക്കണം, മാനനഷ്ടത്തിന് കേസ് എടുക്കണം. ഇവിടെ മാത്രമല്ല, റിനി എന്ന് പറഞ്ഞു, അവള് പിന്നെ പേര് പറയത്തില്ലല്ലോ, അവള് പിന്നെ അങ്ങനെ അതൊരു ലോക തോൽവിയാണ്. അത് ഡയലോഗ് മാത്രമേ ഉള്ളൂ. വിവരങ്ങൾ നൽകും സിജോ. ഷഹനാസിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം? അതുതന്നെയാണ് രാഹുലിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം, അതുമാത്രമല്ല ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയാണെന്നുള്ളവർ പരിശോധിക്കണം. ഷഹനാസ് മാത്രമല്ല ഇത്തരത്തിൽ ഇതിന് പിന്നിലുള്ളത്, മറ്റുള്ള ആളുകളെ കുറിച്ചും അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തണം. അതുമാത്രമല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യവും ഈ പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. DGPക്ക് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ച് മാനനഷ്ട കേസ് നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 2 ആരോപണങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷഹനാസ് ഉന്നയിച്ചിരുന്നത്. DGPക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരാതി നൽകിയത് കലക്കിന്നേ ഞാൻ പറയത്തുള്ളൂ, കലക്കി. ഇങ്ങനെ തന്നെ വേണം. ഇവൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ഓരോരുത്തന്മാർ വന്ന് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആണുങ്ങൾ പ്രതികരിക്കത്തില്ലെന്ന് കരുതിയോ? ഇപ്പൊ ഒന്നേന്ന് തുടങ്ങുന്നു, ഓരോരുത്തന്മാർ പറട്ടെ, ഓരോ കേസുമായിട്ട് പോട്ടെ. ഇനിയാകുമ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ ഓരോരുത്തന്മാർ വരുമ്പോൾ അവന്മാർ എല്ലാവരും പേര് ഇങ്ങനെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 5-6 മാസം കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയും സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോസ് പോലും വല്ലാട്ടില്ലായിരുന്നു. രാഹുലിന്റെ വിഷയം വന്നപ്പോൾ, രണ്ടാമത്തെ പരാതി വന്നപ്പോഴാണ് ഇവിടെ രംഗത്ത് വന്നിട്ട് കുറെ ഡയലോഗ് അടിച്ചു, കോൺഗ്രസിന് വേണ്ടി വലിയ സംസാരം. അങ്ങനെയാണ് സത്യം പറഞ്ഞ ഷഹനാസിനെ ആൾക്കാർ സെർച്ച് ചെയ്ത് പോയി ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോസ് കയറിയത്, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോസ് കയറിയത്. അല്ലാതെ ഷഹനാസ് എന്ന് പറഞ്ഞ എഴുത്തുകാരിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയോ ഒരു മനുഷ്യർക്ക് പോലും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് രാഹുലിനെ 4 പറഞ്ഞു ഒരു പെണ്ണ് രംഗത്ത് വന്ന് ഇവിടെ വർത്താനം മറ്റുമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് എന്തോ സംഭവിച്ച പോലെയാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് മഹിളാ കോൺഗ്രസിലെ കുറെ യുവതികൾക്ക് എന്തോ സംഭവിച്ചെന്നുള്ള രീതിയിൽ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മഹിളാ കോൺഗ്രസിൽ പെടുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു നാണക്കേട് വരുന്നൊരു കേസ് കേട്ടാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ എത്ര പേര് നമുക്കറിയാവുന്നവരുണ്ട്. അവരൊക്കെ രാഹുലിനോട് സഹകരിക്കുന്നവരും മിണ്ടിയിട്ട് കൊണ്ടുള്ളവരൊക്കെ നമുക്ക് നൽകിയൊക്കെ അറിയാം. അപ്പൊ അവർക്കെല്ലാം ഇത് ബാധം വരത്തില്ലേ? ചുമ്മാ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ പൊന്നു ഷഹനാസ് ഇതൊക്കെ സൂക്ഷ്യം കണ്ട് സംസാരിക്കാൻ കാണാം. ജനങ്ങൾ മണ്ടരല്ല. എന്തായാലും ജനങ്ങൾ മണ്ടരല്ല എന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ ഷഹനാസിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ പുള്ളിയുടെ ഒരു ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന കുറെ ഒരു കോമഡി ക്ലിപ്പ് ഉണ്ട്, ഞാൻ വെച്ചുതരാം. രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞാൽ കുറെ ദിവസങ്ങൾ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത ചോദ്യമായിട്ട് ഇന്നലെ നിങ്ങൾക്ക് മുന്നിൽ വന്ന ഒരാളാണ്. ഒരു സമയവും എടുക്കാതെ എനിക്ക് ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ റെഡിയാണ് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു വ്യക്തി
നമ്മളോട് പറയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ്. ഒരുപാട് ഞാൻ പറഞ്ഞു, ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഇനി അങ്ങോട്ട് ഏറിയിൽ നിന്ന് ഇറങ്ങാം, അല്ല സോറി എയറിലോട്ട് അങ്ങ് പോകും. ഇനി ഇറങ്ങുന്ന കാര്യം ഇനി ജനങ്ങൾ തീരുമാനിച്ചോളും. ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ ചേച്ചി ഒരു MLA കുറിച്ചാണ് പറഞ്ഞത്. MLA കോൺഗ്രസ്സുകാർ കൂടെ നിൽക്കുമെന്നാണോ വിചാരിക്കുന്നത്? കോൺഗ്രസ്സുകാർ കൂടെ നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അല്ല അത് പോട്ടെ. ഈ പറഞ്ഞ ഞാൻ കോൺഗ്രസിലെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ഉള്ളതായി തുറന്നു പറയാലോ. ഇപ്പൊ നിന്നെ 4 പറഞ്ഞെന്നും പറഞ്ഞിട്ട് എന്റെ ഈ സ്ഥാനം പോയാലും അത്രേ ഉള്ളൂ. നമുക്ക് സത്യം പറഞ്ഞാലോ, സത്യം പറയാലോ, ഞാനിപ്പോ എനിക്ക് സത്യം പറയാലോ, ഞാൻ ആരെയും അങ്ങനെ വഹ വെക്കാറില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള ആൾക്കാരൊക്കെ. എന്തെങ്കിലും ഡാനി ഇത് തെറ്റായിട്ടുള്ള നിയമമാണെങ്കിൽ നിങ്ങൾ സസ്പെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു വിടുക, അത്രേ ഉള്ളൂ. പോയാൽ പോയി. നമ്മള് എന്താ പറയണ്ട, ഈ ഒരു പ്രസ്താവനത്തിന് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം പോകുന്ന ഒരു വ്യക്തിയാണ്. ഇതേന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല, പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ഷഹനാസ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങളെ പട്ടി വിലയായിരുന്നത്. അത് ഇന്നലെ കുറച്ച് ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യം, പട്ടി വരെയുള്ളൂ ഷഹനാസെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ. പാർട്ടിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാം, ഒരു മനുഷ്യനെ പോലും. ഓക്കെ, ഇനി ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളോടെ ഞാൻ വിചാരം. എന്റെ ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ വളരെ മോശപ്പെടുത്തി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജനിച്ചു വളർന്ന് കോഴിക്കോട് തന്നെ ജീവിക്കുന്ന, കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്കറിയാം ഇവന്മാരൊക്കെ എന്താണെന്നും ഇവന്മാരൊക്കെ എവിടെ നിർത്തണമെന്നും എനിക്കറിയാം. ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എത്ര ആൾക്കാരെ ഞാൻ പറയണം, എത്ര ആൾക്കാരെ ഞാൻ പരാതിപ്പെടുത്തണം, എത്ര ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടണം എന്ന് എനിക്കറിയാം. എന്നെ പോലെ എത്ര സ്ത്രീകളുണ്ടെന്ന് എനിക്ക് എന്തുകൊണ്ട് പറയുന്നില്ല? പിന്നെ നീ എന്തിനാ നേതാവാന്ന് പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ ഈ നേതാക്കന്മാർ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അതേ നേതാവിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് അത് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല? അപ്പൊ അങ്ങനെയുള്ളവന്മാർക്ക് പിന്നെയും പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുമല്ലേ? അല്ലെ, നമ്മളെടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ നിയമമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പോകണം. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ആളിക്കത്തിയോണ്ട് മാത്രമാണ് ഈ പറയുന്ന ചേച്ചി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. ആളിക്കത്തിയോണ്ട് മാത്രം. അതുകൊണ്ട് കുറച്ച് ഫോളോവേഴ്സ് കിട്ടി, തീരെ വലുതെന്നുള്ള കുറച്ച് പേരൊക്കെ ആദ്യമൊക്കെ കിട്ടിയെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് വെറും പൊള്ളയാണെന്നുള്ള രീതിയിലാണ്. അറിയാം. അവർ ഹണി ഭാസ്കറിന് മെസ്സേജ് അയച്ചു. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികയായ എഴുത്തുകാരിയായ ഹണി ഭാസ്കറിന് അവൻ മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ? ശ്രീലങ്കയിൽ യാത്ര പോകുന്നത് എങ്ങനെയാണെന്നറിയാൻ. കേരളത്തിലെ ഒരു MLA ആയ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയിൽ പോകണമെങ്കിൽ ഹണി ഭാസ്കറിന്റെ ഇൻബോക്സ് പോകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. അവൻ അറിയില്ല എങ്ങനെയാണ് ശ്രീലങ്കയിൽ പോവാന്നുള്ളത്. ഹണി ഭാസ്കരൻ പറഞ്ഞു. എന്തായാലും പ്രസ് മീറ്റിന് വന്നിരിക്കുമല്ലേ, സ്വന്തം കൂട്ടുകാരുടെ പേരും കൂടെ എടുത്തങ്ങ് പറഞ്ഞേക്കാന്ന് ചേച്ചി ഞാൻ കരുതി. കാരണം കൂട്ടുകാരുടെ പേരും ആൾക്കാർ സെർച്ച് ചെയ്ത് പോകുമ്പോൾ കുറച്ച് ഫോളോവേഴ്സ് കയറിക്കോട്ടെ എന്ന് കരുതി. ഇവിടെ ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഹണി ഭാസ്കറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല അടിപൊളി ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളാണ്. അവർ പണ്ട് മുതലേ ഉള്ളതാണ്. എന്തോ എവിടെയോ എന്തൊക്കെയോ ചെയ്ത് അറിഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസിന്റെ എതിരെ തന്നെ ഈ പറയുന്ന ഷഹനാസ് പോസ്റ്റ് ഇട്ടുണ്ട്. കോൺഗ്രസിന്റെ തമ്മിലടിയാണ് അങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ചില രാഹുലിന്റെ ഒരു വിഷയം വന്നപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസിന്റെ തമ്മിലടിയെ കുറിച്ച് വരെ പറഞ്ഞൊരു വ്യക്തിയാണ് ഇവര്. ഇവർക്ക് കോൺഗ്രസ് വിട്ടുപോയാൽ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിലോട്ട് വേണമെങ്കിൽ പോകും. എനിക്ക് ആ ഒരു ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു സ്റ്റാൻഡില്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എവിടെയും ഏത് സ്ഥലത്ത് കാലെടുത്ത് കുത്താൻ മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഇപ്പൊ ഇവരെ ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയണമെന്ന് വെച്ചാൽ അത് അവനെ അറിയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങള്? ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിക്കോ? അവന് ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. കാരണം അതാണ് ഒരു പ്രസ് മീറ്റിൽ വന്നിട്ടിരുന്ന് സംസാരിക്കുന്ന ഒന്ന് കേൾക്കുക. പിന്നെ വീട്ടിൽ പോയി കയറ്റുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനത്തെ കുഴപ്പക്കാരങ്ങളൊന്നും അല്ല. അതുകൂടെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഇതെല്ലാം കൂടെ നിന്ന് കൊടുത്തതും പോരാ. ഞാനൊരു കാര്യം ചോദിച്ചേ, ബലമായിട്ടൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടൻ ഈ പറയുന്ന സ്ത്രീകളുമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയത്. അദ്ദേഹം ബലമായിട്ട് വല്ലതും ചെയ്തിട്ടാണോ? അല്ല, പരസ്പര സമ്മതത്തോടല്ലേ ചെയ്തത്. ഡയലോഗിയൊക്കെ കേട്ട് കഴിഞ്ഞാലോ ഓരോന്നിന്റെയൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും ഓരോരോ വിവരങ്ങൾ അറിയാൻ പോകുന്നത്. അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ചിലപ്പം എന്താ പറയാ, സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ
ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്നൊന്നല്ല, ഞാൻ പറയട്ടെ, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാണ്. ഇവൻ കോടിയാന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ. കോടിയാന്ന് പറഞ്ഞിട്ടും ഞാൻ KSU അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, എഴുത്തുകാരികളെ എങ്ങനെ ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ചേച്ചി? എഴുത്തുകാരികൾ എന്ത് ദിലീപിന്റെ കാര്യം എന്തോ സംസാരിക്കുന്നൊക്കെ ചെയ്യാമല്ലോ. അപ്പൊ ഇവിടുത്തെ കോടതി വെറും ഉണ്ണാക്കന്മാരാണോ കോടതിയിലുള്ള ആൾക്കാരിരിക്കുന്നത്? ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുന്നത്. ദിലീപിന്റെ കേസ് കേട്ടില്ല, കുറ്റം പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെയാണ്. പക്ഷെ കോടതി അദ്ദേഹം നിരപരാധിയാന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കോടതി നിരപരാധിയാണെന്ന് പറയുകയാണെങ്കിൽ അത് എന്തെങ്കിലും സത്യാവസ്ഥ കാണുമല്ലോ. നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആ ഒരു റിപ്പോർട്ട് വായിച്ചു നോക്കണമായിരുന്നു. ഒരു 10,000 റിപ്പോർട്ടുണ്ട്. ഞാനൊരു 700 വായിച്ചു നോക്കിയതാ. സത്യം പറയാല്ല, 700 ഞാൻ വായിച്ചതാണ്. കൂടുതൽ വായിച്ചത് എനിക്കൊന്ന് അതിലാന്ന് തോന്നുന്നു. അതിലങ്ങോട്ട് 900 പേപ്പേഴ്സും കാര്യങ്ങളും അതിലിരുന്ന് വായിച്ചു. എന്നിട്ട് ഞങ്ങൾ രാത്രി ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളാ, അതൊക്കെ ആദ്യം ഇരുന്ന് വായിക്കണം. ചുമ്മാ വന്നിട്ട് ഇങ്ങനെ എന്റെ പൊന്നമ്മച്ചി ഇങ്ങനെ. അപ്പം എന്താ പറയണ്ടേ, ഇവിടുത്തെ കോടതിക്കൊന്നും ഒരു വിലയില്ലെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? പൈസ കൊടുത്താൽ മറിയുന്ന ഒരു കോടതിയാണോ കേരളത്തിലെ? എന്തോന്നാണ് ഈ പറയുന്നത്? എന്ത് വിവരക്കേടായി പറയുന്നത്? ഒരു ഇത് വേണ്ടേ ചേട്ടാ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ആന്റണി ഈ ഇടയ്ക്ക് ഒരു ജട്ടിയുടെ കേസ് കേട്ടുണ്ടായിരുന്നു. പണ്ടത്തെ 10-34 വർഷം മുമ്പുള്ള ഒരു കേസ് കേട്ടാ. അങ്ങനെയാണെങ്കിൽ ആന്റണി പുല്ല് പോലെ ഇറങ്ങി പോകത്തില്ലായിരുന്നു. ആന്റണിക്ക് ബൂട്ടാ വീണത്. ഇപ്പൊ അത് വീണ്ടും കുരുക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അയാളോടത്ത് MLA. പക്ഷേ ഒരു പണം കൊടുത്താൽ ഇപ്പോഴും ഈ പറയുന്ന സ്ത്രീ സംസാരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പണം കൊടുത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA എത്ര കോടി രൂപ കൊടുത്ത്? അല്ല, ഈ ആശ്മിയെ ഇന്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തരാമോ? എല്ലാം അറിയാവുന്ന രീതിയിലേക്ക് ചേച്ചിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ പുച്ഛമാണ് കേട്ടോ. നിങ്ങളോട് എനിക്ക് ശരിക്കും പുച്ഛം മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ യുവജന സംഘടനയായ KSUവിലും യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട്, അത് പരാതിയായിട്ട് പറയുന്നതല്ല. ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള. പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളും അല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോൺഗ്രസിന്റെ കാര്യവാരനായിരിക്കും. അല്ല, നീയൊക്കെ എന്തിനാ കോൺഗ്രസ് നിൽക്കുന്നത്? കോൺഗ്രസ്സുകാർ ഇത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് കൊടുത്ത് അവരവിടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. എന്ത് തോന്നിവാസത്തിൽ കൂട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ പാർട്ടി ആൾക്കാരെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ഷഹനാസിനോട് തുറന്നു പറയാം. ഷഹനാസെ, ഒരു യോഗ്യതയില്ല ഈ പറയുന്ന നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി നിൽക്കാൻ പോലും. കാരണം നിങ്ങൾ അവസരം വരുമ്പോൾ മാറും. നാളെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്ക് ഒരു സീറ്റ് കൊണ്ട് മുന്നിൽ തന്നാൽ നിങ്ങൾ ഞാൻ നിൽക്കാമെന്ന് പറയും. പക്ഷെ കോൺഗ്രസ് അങ്ങനല്ല. അതാദ്യം ചിന്തിക്കണം. ആടാ, ഒരു ഇത് വേണ്ടേ? വിവരക്കേട് വിളിച്ച് പറയുന്നതിന് ഒരു ഇത് വേണ്ടേ? എന്ത് വിവരക്കേട് സ്ത്രീ വിളിച്ച് പറയുന്നത്? സത്യം പറയണേ, ഇവരുടെ ഇന്റർവ്യൂ എടുത്താൽ ആദ്യം കൈരടിയാന്ന് പറയുന്നില്ല. ഇവർക്ക് ഒരു സ്റ്റാൻഡ് ഇവിടെ സംസാരത്തിൽ അറിയാം. ഇവർക്ക് കേസല്ല കൊടുക്കേണ്ടത്, മാനനഷ്ടം. അത് ഓരോന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതായിരിക്കും നല്ലത്. ഇനി ഞാനിത് വെക്കുന്നില്ല. ഇനി ഒരു 5-6 മിനിറ്റിന്റെ ഉണ്ട്. ഇരുന്ന് സംസാരിച്ച് ഇവിടെയൊക്കെ കാര്യങ്ങൾ വെച്ച് നമുക്ക് നാണക്കേട് വരുത്തുള്ളൂ. സീരിയസ്ലി ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഇവിടെ പോലുള്ളവർക്കൊന്നും സപ്പോർട്ട് പോലും ചെയ്യരുത്, പഞ്ചായത്ത് അടുപ്പിക്കരുത്. ഇവറ്റകളൊക്കെ വന്ന ഏതെങ്കിലും ഒരു സാധാരണപ്പെട്ട ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുവാണെങ്കിൽ ഇവരെ ഒന്നും കൊണ്ടുപോകരുത്. ദേവി ചെയ്തിട്ട് ഉള്ള വോട്ട് മുടക്കും. പഞ്ചായത്ത് ഇലക്ഷൻ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. ബൈ, ലവ് യു.